അപ്പോൾ നമുക്ക് എക്സസൈസസ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫിഫോ മെത്തേഡ് വിത്തൗട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 1, 2020 ഓപ്പണിംഗ് സ്റ്റോക്ക് 200 യൂണിറ്റ്സ് at 2 rupees ഈച്ച് ആണ്. 5-ാം തീയതി വീണ്ടും പർച്ചേസസ് 100 യൂണിറ്റ്സ് at 2.2. 9-ാം തീയതി പർച്ചേസ് 150 യൂണിറ്റ്സ് at 2.4. 20-ാം തീയതി വീണ്ടും പർച്ചേസ് 200 യൂണിറ്റ്സ് at 2.6 ഈച്ച്. 2-ാം തീയതി ഇഷ്യൂ 150 യൂണിറ്റ്സ്. 7-ാം തീയതി ഇഷ്യൂ 100 യൂണിറ്റ്സ്. 12-ാം തീയതി ഇഷ്യൂ 110 യൂണിറ്റ്സ്. 27 ഇഷ്യൂ 230 യൂണിറ്റ്സ്. അപ്പൊ ഇത് പർച്ചേസ് ഒക്കെ ഒരുമിച്ചിട്ടും ഇഷ്യൂസ് ഒക്കെ ഇതായിട്ടുമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മൾ 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി 3, 4, 5 നമ്മൾ ആ ഓർഡറിൽ എടുക്കണം എന്ന് മാത്രം. ഇവിടെ അത് ഒരുമിച്ച് പർച്ചേസസ് ഒരുമിച്ച് ഇഷ്യൂസ് തന്നിരിക്കണമെന്നുള്ളൂ. പക്ഷെ അതിന്റെ ഒരു ഓർഡറിൽ വേണം നമ്മൾ. 1-ാം തീയതി ഓപ്പണിംഗ് ആണ്, 2-ാം തീയതി ഇഷ്യൂ വന്നിട്ടുണ്ട്, പിന്നെ 5-ാം തീയതി പർച്ചേസ് വന്നിട്ടുണ്ട്, പിന്നെ 7-ാം തീയതി ഇഷ്യൂ വന്നിട്ടുണ്ട്, പിന്നെ 9-ാം തീയതി പർച്ചേസ്, 12-ാം തീയതി ഇഷ്യൂ, 20-ന് പർച്ചേസ്, 27 ഇഷ്യൂ. ആ ഓർഡറിൽ വേണം നമ്മൾ എടുക്കാൻ. ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. അപ്പൊ നമുക്ക് മാർച്ച് 1, 2020 ക്വാണ്ടിറ്റി 200, റേറ്റ് 2, എമൗണ്ട് 400. അതായിരുന്നു നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. 2-ാം തീയതി ഒരു 150 യൂണിറ്റ് ₹2 നമ്മൾ ഒരു 150 യൂണിറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പൊ 200 ആണ്. 200-ന് 150 യൂണിറ്റ് ₹2 300. അപ്പൊ ബാക്കി എത്രയുണ്ട്? 200-ന് 150 പോയി 50, 200. റേറ്റ് 200 എമൗണ്ട്. 5-ാം തീയതി ആയപ്പോ ഒരു 100 യൂണിറ്റ് 2.2 rupeesന് 220 എമൗണ്ടിന് റിസീപ്റ്റ് വന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ എത്രയുണ്ട് ബാലൻസ്? 50 rupees 200 ഉണ്ട്. 100 2.2 rupees 220 ഉണ്ട്. വീണ്ടും 7-ാം തീയതി ആയപ്പോ 7-ാം തീയതി എത്ര ഇഷ്യൂസ് ആണ് വന്നിരിക്കുന്നത്? 7-ാം തീയതി 100 യൂണിറ്റ് ആണ്. അപ്പൊ ഓൾറെഡി ഫിഫോ മെത്തേഡ് ആണ്. അപ്പൊ ആദ്യത്തെ 50 യൂണിറ്റ് ആദ്യം വന്നത് 50, 2, 100, പിന്നെ വന്ന 100-ന് 50, 2.2, 110. സോ പിന്നെ ബാക്കി എത്രയുണ്ട്? 50, 2.2, 110. ഇനി അത് കഴിഞ്ഞപ്പോ വീണ്ടും റെസീറ്റ് വന്നു. 150 യൂണിറ്റ് 2.4-ന് 360. ഇത് 150 × 2.4. അപ്പൊ എത്ര ബാലൻസ് ഉണ്ട് ഇപ്പോ? 50 2.2 110-ഉം 150 2.4 360. ഇത്രയും ഉണ്ട് നമ്മുടെ സ്റ്റോക്കിന്റെ ബാലൻസ്. ക്ലിയർ? ഇനി 12-ാം തീയതി 110 യൂണിറ്റ്സ് ഇഷ്യൂ വന്നു. സോ ഫിഫോ ആണ്. സോ ആദ്യത്തെ 50 2.2 110, പിന്നെ വന്നിരിക്കുന്നത് 150 ആണ്. 150-ന്ന് പിന്നെ ഒരു 60 കൂടി എടുത്താൽ മതി. 110 യൂണിറ്റ് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. അത് 2.4. അപ്പൊ 2.44 × 60 144. അപ്പൊ എത്ര ബാക്കിയുണ്ട്? 150-ന്ന് 60 പോയിട്ടുള്ളൂ. സോ 90 2.4 260. അത് കഴിഞ്ഞപ്പോ 20-ാം തീയതി വീണ്ടും റെസീറ്റ് വന്നു. 200 യൂണിറ്റ്സ് 2.6. സോ 520. അപ്പൊ ഇപ്പൊ എത്ര വന്നു ബാലൻസ്? 90 2.4 260-നും വന്നു. 200 2.6 520-യും വന്നു. ഓക്കെ. ഇനി 27-ാം തീയതി വീണ്ടും എത്ര ഇഷ്യൂ വന്നു? 27-ാം തീയതി 230 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് 90 2.4 260-നും വരും. 200-ല് നമുക്കിനി 9. അപ്പൊ ശരിക്ക് എത്ര യൂണിറ്റ്സ് ആണ്? 230-ല് 90 മൈനസ് 140 യൂണിറ്റ്സും കൂടി ബാക്കി വേണം. സോ 200-ന്ന് 140, അത് 2.6, സോ 364. ഇനി ബാക്കി എത്രയുണ്ട്? 200-ന്ന് 140 പോയാൽ 60 യൂണിറ്റ്സ് 2.6 156. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 60 യൂണിറ്റ് at ₹156. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഫോ മെത്തേഡിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നുമില്ലാതെ. അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോർസ് ഇല്ല, റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു വെൻഡർ ഇല്ല, സർപ്ലസോ ഷോർട്ടേജോ ഇല്ല. ഇത്തരം ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഫോ മെത്തേഡിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ് ഇപ്പൊ കണ്ടത്. ക്ലിയർ? സോ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ഫിഫോയുടെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് റിട്ടേണും ഷോർട്ടേജും ഉണ്ടെന്ന് വിചാരിക്കും. ഈ 2 അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ജാനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് 300 kg at ₹20 per kg ആണ്.
മൂന്നാം തീയതി 150 kg ഇഷ്യൂ ചെയ്തു. 5-ാം തീയതി വീണ്ടും ഒരു 100 kg ഇഷ്യൂ ചെയ്തു. 10-ാം തീയതി 200 kg പർച്ചേസ് ചെയ്തു ₹19 per kgക്ക്. 15-ാം തീയതി 65 kg ഇഷ്യൂ ചെയ്തു. 20-ാം തീയതി purchased 240 kg at ₹22 per kg. 24-ാം തീയതി റിട്ടേൺ സംഭവിച്ചു. റിട്ടേൺ ടു സപ്ലയർ 20 kg ഔട്ട് ഓഫ് പർച്ചേസ് ഓഫ് ജാനുവരി 20. ജാനുവരി 20 പർച്ചേസ് ചെയ്തതിൽ ആ 240 20 kg സപ്ലയർക്ക് നമ്മൾ റിട്ടേൺ ചെയ്തു. ഇനി പർച്ചേസ്ഡ് 100 kg at ₹23 per kg. ഇഷ്യൂഡ് അത് 26-ാം തീയതി 200 kg ഇഷ്യൂ ചെയ്തു. പിന്നെ ഒരു അഡീഷണൽ ഡാറ്റ തന്നിരിക്കുന്നത് ജാനുവരി 14 റിസീവ്ഡ് ബാക്ക് 15 kg ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. 15 kg പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടേൺ ചെയ്തു. അപ്പൊ 2 റിട്ടേൺ ആയിപ്പോ നമുക്ക് 24-ാം തീയതി ഒരു റിട്ടേണിന്റെ കാര്യം പറയുന്നുണ്ട്. 24-ാം തീയതി റിട്ടേൺ ചെയ്ത ഒരു 20 kg അതിന്റെ തൊട്ട് മുമ്പുള്ള 20-ാം തീയതി പർച്ചേസ് ചെയ്തതിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് 14-ാം തീയതി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഒരു റിട്ടേൺ ബാക്ക് റിസീവ്ഡ് ബാക്ക് ചെയ്തു. നമ്മൾക്ക് വേറൊരു കാര്യം, അപ്പൊ 2 റിട്ടേണും വന്നു. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓൺ 18th January റിവീൽഡ് എ ഷോർട്ടേജ് ഓഫ് 10 kg. ഒരു ജാനുവരി 14-ാം തീയതി ഒരു വെരിഫിക്കേഷൻ നടന്നപ്പോ ഒരു 10 kgയുടെ ഷോർട്ടേജും തന്നു. ഇനി നമുക്ക് FIFO മെത്തേഡിൽ ഈ റിട്ടേൺസും ഷോർട്ടേജും കൂടി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. ജാനുവരി 1-ാം തീയതി എന്തായിരുന്നു ഓപ്പണിംഗ് ബാലൻസ്? 300 kg 20 രൂപയ്ക്ക്, അങ്ങനെ 6000 അതായിരുന്നു ബാലൻസ്. 3-ാം തീയതി ഒരു 150 kg ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് FIFO മെത്തേഡാണ്. സോ 150 20 രൂപയ്ക്ക് 3000 rupees അങ്ങനെയാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ബാലൻസ് എത്രയുണ്ട്? ഈ 300 150 മൈനസ് ചെയ്യുമ്പോൾ 150 at ₹20 3000. അത് കഴിഞ്ഞ് 5-ാം തീയതി വീണ്ടും എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? വീണ്ടും ഒരു 100 kg. അപ്പൊ ഇവിടെ അതെ 100 kg 20 രൂപയ്ക്ക് 2000. ബാക്കി എത്രയുണ്ട്? 150 100 പോകുമ്പോ 50 20 rupeesന് 1000. അപ്പൊ അത് കഴിഞ്ഞു. ഇനി 10-ാം തീയതി ആയപ്പോ 200 kg ₹19 പർച്ചേസ് ചെയ്തു. അപ്പൊ 200 into 19 1800. അപ്പൊ ഇപ്പൊ ബാലൻസ് എത്രയുണ്ട്? 50 kg 20 രൂപയ്ക്ക് 1000 ഉണ്ട്. 219 rupeesന് 3800 ഉണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15-ാം തീയതി ഒരു ഇഷ്യൂവിന് മുമ്പ് ഒരു ഡേറ്റ പറഞ്ഞിട്ടുള്ളത് 14-ാം തീയതി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 15 kg ബാക്ക് കൊണ്ടുവന്നു, റിട്ടേൺ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ റിട്ടേൺ ഓഫ് മെറ്റീരിയൽ സ്റ്റോർസിൽ നമ്മൾ പഠിച്ചു നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാമെങ്കിലും നമ്മൾ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാറുള്ളൂ, ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കാറില്ല. ഒരു ഫ്രഷ് പർച്ചേസ് ആയിട്ട് ഇതിനെ കാണും. റെസീറ്റ് കോളത്തിൽ നമ്മൾ എൻറ്റർ ചെയ്യും. മെറ്റീരിയൽസ് വാല്യൂഡ് അറ്റ് ദ ഒറിജിനൽ പ്രൈസ് അറ്റ് വിച്ച് ദേ വർ ഇഷ്യൂഡ്. അപ്പോൾ ഇഷ്യൂ ചെയ്ത ആ മെറ്റീരിയൽസ് ഏത് പ്രൈസിനാണോ ഇഷ്യൂ ചെയ്തത് ആ പ്രൈസിന് എന്ത് ചെയ്യും? അതിനെ വാല്യൂ ചെയ്യും. അപ്പൊ ആ മെറ്റീരിയൽസ് 2 ഇഷ്യൂ കഴിഞ്ഞു. 2 ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പർച്ചേസ് വന്നിരിക്കുന്നത്. ആ 2 ഇഷ്യൂലും പ്രൈസ് എത്രയായിരുന്നു? 20 ആയിരുന്നു. അപ്പൊ മുമ്പ് ഇഷ്യൂ ചെയ്ത പ്രൈസിൽ വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ റെസീറ്റ് കോളത്തിൽ നമ്മൾ എഴുതി 15 നമ്മളിത് ഒരു ഫ്രഷ് പർച്ചേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണം? മുമ്പ് ഇഷ്യൂ ചെയ്ത്. അപ്പൊ 2 ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. അത് ഏത് ഇഷ്യൂ? ആ പ്രൈസ് എന്തായിരുന്നു? 20. സോ 15 into 20 300. അതാണ് റിട്ടേൺ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മളിവിടെ ഇഷ്യൂഡ് അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ആ കോളം എൻ്റർ ചെയ്തിരിക്കുന്നത് റെസീറ്റ് ആണ്, മറ്റത് ബ്രാക്കറ്റിൽ എഴുതിയെന്ന് ഉള്ളൂ. ഇതിന്റെ താഴെ എഴുതിയാലും മതി, റെസീറ്റ് കോളത്തിന്റെ താഴെ എഴുതിയാലും മതി. അപ്പൊ എന്തായി? ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 50 20 1000 ഉണ്ട്. 200 ക്വാണ്ടിറ്റി 19 rupeesന് 3800 ഉണ്ട്. പിന്നെ നമ്മുടെ 15 20 രൂപയ്ക്ക് ഒരു 300. അപ്പൊ ഇത്രയും എന്തുണ്ട്? നമ്മളുടെ ബാലൻസ് സ്റ്റോക്കിലുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ബാക്കി നോക്കാം. ഇനിയിപ്പോ 15-ാം തീയതി എന്താ സംഭവിച്ചേ? ഒരു 65 kg ഇഷ്യൂ വന്നു.
65 kg ഇഷ്യൂ വന്നു എന്ന് പറഞ്ഞപ്പോൾ ബാലൻസ് ആദ്യത്തെ 50 ഉണ്ട് 20, അത് 1000 ഇൻറ്റു 50 ഇൻറ്റു 20 1000. പിന്നത്തെ 200 നിന്ന് 15 19 285. സോ ബാലൻസ് എത്ര ഉണ്ടാവും? 200 മൈനസ് 15 185 19 റുപ്പീസിന് 3515 15 ക്വാണ്ടിറ്റി 20 റുപ്പീസിന് 300. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെന്താ പറയണത്? 18-ാം തീയതി ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടന്നപ്പോൾ 10 kg ഷോർട്ടേജ് വന്നു. അപ്പൊ നമ്മളോട് ഷോർട്ടേജ് ആണെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഷോർട്ടേജ് ആണെങ്കിൽ സ്റ്റോക്ക് ലെഡ്ജറിന്റെ ഇഷ്യൂ കോളത്തിലാണ് വരിക. അത് പ്രൈസ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ഇൻ യൂസ്. ഏത് പ്രൈസിംഗ് മെത്തേഡ് ആണോ നമ്മൾ ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് ആ മെത്തേഡിന് പ്രൈസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫിഫോ ആണ്. സോ ഫസ്റ്റ് വന്നിരിക്കുന്നതിന്റെ പ്രൈസ് ഫിഫോ മെത്തേഡ് ആകുമ്പോൾ ആദ്യത്തെ പ്രൈസാണ് നമ്മൾ എടുക്കുക. സോ 10 ഇൻറ്റു 19 190 എന്ന് വരും. സോ ബാക്കി എത്രയുണ്ട്? 185 10 പോകുമ്പോൾ 175 19,325. 15 അതിന്റെ റേറ്റ് 20 300 ബാക്കിയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 20-ാം തീയതി ഒരു 240 ക്വാണ്ടിറ്റി 22 റേറ്റിന് അങ്ങനെ 5280 വന്നു. അപ്പൊ ഇപ്പൊ എത്ര ബാലൻസ് ഉണ്ട്? 175 at ₹18 അങ്ങനെ ഒരു 3325 ഉണ്ട്. 15 20 300 ഉണ്ട്. 240 422 അങ്ങനെ ₹422. അപ്പൊ അതിന് 5280. ഇങ്ങനെ 3 എണ്ണം ബാലൻസിൽ ഇരിക്കുന്നുണ്ട്. ക്ലിയർ? ഇത്രയും വരെയുള്ള ട്രാൻസാക്ഷൻസ് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞിരിക്കണേ? 24-ാം തീയതി എന്ത് സംഭവിച്ചു? returned to supplier 20 kg out of purchase of January 20. ജാനുവരി 20-ാം തീയതി പർച്ചേസ് ചെയ്ത് 240 kg-യിൽ നിന്ന് 20 kg സപ്ലയർക്ക് റിട്ടേൺ ചെയ്തു. സ്റ്റോക്കിൽ എൻട്രി ചെയ്തതിന് ശേഷം ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്തു, അങ്ങനെ റിട്ടേൺ ചെയ്തു. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണേ. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു, അത് സ്റ്റിൽ ഇൻ സ്റ്റോക്ക് ആണ് എങ്കിൽ സ്റ്റോക്സ് ലെഡ്ജറിന്റെ ഇഷ്യൂ കോളത്തിൽ തന്നെ നമ്മൾ എഴുതും. ഏത് പ്രൈസിന്? ഒറിജിനൽ പർച്ചേസ് പ്രൈസിന്. ഇനി സപ്പോസ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു, അത് യൂസ് ചെയ്തു, അത് സ്റ്റോക്കിലില്ല, ഇറ്റ് ഹാസ് ബീൻ ഇഫ് മെറ്റീരിയൽസ് ഹാവ് ഓൾറെഡി ബീൻ ഇഷ്യൂഡ്, അങ്ങനെയാണെങ്കിലും നമ്മൾ ഇഷ്യൂ സൈഡിൽ തന്നെ എഴുതും സ്റ്റോക്സ് ലെഡ്ജറിന്റെ. പക്ഷേ നമ്മൾ എന്ത് മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ആണോ നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് ഓഫ് പ്രൈസിംഗിലാണ് പ്രൈസ് ചാർജ് ചെയ്യുക. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 20-ാം തീയതി പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ വല്ല ഇഷ്യൂ ഉണ്ടായോ? ഇല്ല. 24-ാം തീയതി നേരെ റിട്ടേൺ ടു സപ്ലയറാ വന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സ്റ്റോക്കിൽ തന്നെ ഉണ്ട്, ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇഷ്യൂ സൈഡിൽ തന്നെയാണ് എഴുതേണ്ടത് ഒറിജിനൽ പ്രൈസിന്. ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇഷ്യൂ പ്രൈസ് എത്രയായിരുന്നു? 240 22-നായിരുന്നില്ലേ? അപ്പൊ 20 × 22 440. അപ്പൊ ഇപ്പൊ സ്റ്റോറിൽ എത്രയുണ്ട്? 175 at ₹19 3325 ഉണ്ട്. 15 at ₹20 300 ഉണ്ട്. നമ്മളുടെ ഈ 240 20 പോയില്ലേ, അതും തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ ഒറിജിനൽ പ്രൈസ് ആണ്, റിട്ടേൺ ടു സപ്ലയർ ആണ്, ഇഷ്യൂ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യാ. അപ്പൊ ഈ 20 പോയാൽ എത്ര വരും? 220 ₹22 4840. ഇനി അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി ഒരു 100 kg 23 രൂപയ്ക്ക്, അതായത് 2300 വന്നു. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? 175 ₹19 3325 ഉണ്ട്. 15 ₹20 300 ഉണ്ട്. 220 ₹22 4840 ഉണ്ട്. ഇപ്പൊ 100 23 2300 ഇനി ഇപ്പൊ ലാസ്റ്റ് ട്രാൻസാക്ഷൻ 26-ാം തീയതി ഒരു 200 kg ഇഷ്യൂ ചെയ്തു എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 175 19 റുപ്പീസിൽ 3325, പിന്നെയും 15 20 റുപ്പീസിന് 300. നമുക്ക് 200 kg ആണ് വേണ്ടത്, ഒരു 10 kg കുറവുണ്ട്. അപ്പൊ ഒരു 10 kg 220 ഒരു 10 kg വന്നപ്പോ 10 × 22 220. അപ്പൊ എത്ര ബാക്കിയുണ്ട്? 175 15 ഒക്കെ ഫുൾ ആയിട്ട് തീർന്നു. 220 ഒരു 10 പോയപ്പോ 210
for rupees 22 4620 ഉണ്ട്. പിന്നെ 100 for rupees 23 2300 ഉണ്ട്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വരും? 210 plus 300 എന്ന് പറയുമ്പോൾ 310 യൂണിറ്റ്സ്. 4620 plus 2300 എന്ന് വരുമ്പോൾ 6920 എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഷോർട്ടേജും സർപ്ലസും ട്രീറ്റ് ചെയ്യുക, എങ്ങനെയാണ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു വെൻഡർ പ്രൈസ് ചെയ്യുക, എങ്ങനെയാണ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോർ ചെയ്യുക, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായി വിചാരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫിഫോ തന്നെ റിട്ടേൺസും ട്രാൻസ്ഫറും ഷോർട്ടേജും 3 കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഏപ്രിൽ 1 ഓപ്പണിംഗ് ബാലൻസ് 25 യൂണിറ്റ്സ് വാല്യൂഡ് അറ്റ് rupees 150 ആണ്. 5-ാം തീയതി 10 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. 6-ാം തീയതി റെസീറ്റ് ഫ്രം B&Company 50 യൂണിറ്റ്സ് അറ്റ് rupees 5.75 പെർ യൂണിറ്റ്. 8-ാം തീയതി 10 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. 10-ാം തീയതി റിട്ടേൺസ് ടു B&Company 10 യൂണിറ്റ്സ്. ഈ B&Company ആണ് ഇവിടെ സപ്ലയർ കേട്ടോ. റിട്ടേൺ ചെയ്തു. 13-ാം തീയതി 35 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. 15-ാം തീയതി റെസീറ്റ് ഫ്രം X&Company 25 യൂണിറ്റ്സ് at rupees 6.10 per unit. ഓക്കെ. പിന്നെ 17-ാം തീയതി 10 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. 19-ാം തീയതി റിസീവ്ഡ് റീപ്ലേസ്മെന്റ് ഫ്രം B&Company 10 യൂണിറ്റ്സ്. ഇത്രയും സംഭവങ്ങൾ വരെ എത്തി. നോക്കാം ഇനി ബാക്കി ക്വസ്റ്റ്യൻ. 20-ാം തീയതി എന്ത് സംഭവിച്ചു? റിട്ടേൺഡ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 5 യൂണിറ്റ്സ് പർച്ചേസ്ഡ് ഫ്രം B&Company. ട്രാൻസ്ഫർ ഫ്രം ജോബ് നമ്പർ 172 to 176 5 യൂണിറ്റ്സ്. 10 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു 26-ാം തീയതി. ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് ടേക്കിംഗ് 3 യൂണിറ്റ്സ്. അപ്പൊ ഇതെല്ലാ സംഭവങ്ങളും ഉണ്ട്. ഷോർട്ടേജ് ഉണ്ട്, റിട്ടേൺസ് ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഇനി നോക്കാം. അപ്പൊ നമുക്കിനി ആ പ്രോബ്ലം എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞു 25 യൂണിറ്റ്സ് വാല്യൂഡ് അറ്റ് 150 എന്ന് വെച്ചാൽ പെർ യൂണിറ്റിന് 150 ഡിവൈഡഡ് ബൈ 25 6 റുപ്പീസ് ആണ്. But quantity 25, rate 6, amount 150. 5-ാം തീയതി വന്നപ്പോൾ 10 യൂണിറ്റ്സ് ഇഷ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ 10 യൂണിറ്റ്സ് ₹6 60 വരും ടോട്ടൽ എമൗണ്ട്. അപ്പോൾ 25 10 പോയാൽ 15 6 90 വരും. ഇനി B&Companyയിൽ നിന്ന് 50 യൂണിറ്റ്സ് 6-ാം തീയതി റിസീവ് ചെയ്തു. 50 യൂണിറ്റ്സ് 5.75 287.5 റിസീവ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട്? 15 6 രൂപയ്ക്ക് 90 എമൗണ്ടും 50 5.75ക്ക് 287.5. ഇനി 8-ാം തീയതി വീണ്ടും 10 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. 10 യൂണിറ്റ്സ് 6 rupees 60. അപ്പോൾ 15 നിന്ന് 10 പോയാൽ 5 6 30 വരും. ആ 50 5.75 287.50 ഉണ്ട്. ഇനി 10-ാം തീയതി പറഞ്ഞു റിട്ടേൺസ് ടു B&Company 10 യൂണിറ്റ്. B&Company 10 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ടു ദ വെൻഡർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നെങ്കിൽ അത് മെറ്റീരിയൽ ഹാവ് നോട്ട് ബീൻ ഇഷ്യൂഡ് ആൻഡ് സ്റ്റിൽ ഇൻ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇഷ്യൂ കോളത്തിൽ തന്നെയാണ് ഒറിജിനൽ പർച്ചേസ് പ്രൈസിനാണെന്ന്. ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഇഷ്യൂ കോളത്തിൽ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ അതിൻ്റെ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് പ്രൈസിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 10 യൂണിറ്റ് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ നമ്മൾ എഴുതി. 6-ാം തീയതി റിസീവ് ചെയ്തത് 8-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ റിസീവ് ചെയ്തതെന്നല്ല, അതിന് മുമ്പുണ്ടായിരുന്ന 15-ൽ നിന്നാണ് ഈ 10 പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അവസ്ഥ എന്താണ്? മെറ്റീരിയൽസ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ്. അപ്പം അതിൻ്റെ ഒറിജിനൽ പ്രൈസിന് തന്നെ നമ്മൾ വാല്യൂ ചെയ്യണം. ഈ ഒറിജിനൽ പ്രൈസ് എത്രയാ? ഈ 50 നിന്നാണ് 10. അപ്പം അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 5.75 ആണ്. അപ്പോൾ 10 5.75 57.5 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് 5 6 30 ഉണ്ട്. ഈ 50-ൽ നിന്നാണ് 10 പോയിരിക്കുന്നത്. 40 5.75 230.
ഇവിടെ നിങ്ങൾ സംശയിക്കരുത്. ഇഷ്യൂ കഴിയുകയാണെങ്കിൽ നോർമൽ പ്രൈസിങ് ഇത് എന്ത് മെത്തേഡിലാണോ പ്രൈസ് ചെയ്യണം ആ മെത്തേഡിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കൺഫ്യൂഷൻ വരരുത്. കാരണം 6-ാം തീയതി നമ്മൾ ഒരു റിസീവിങ് വന്നിട്ടുണ്ട്. പക്ഷെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തത് ഇഷ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഇഷ്യൂ വന്നിരിക്കുന്നത് അതിൻ്റെ മുമ്പലത്തെ ഇതെന്നാണ്. അത് എവിടുന്നാ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കത് ഈ കമ്പനിയിൽ നിന്നാണെന്ന് പറയാതെ നമുക്കത് ആ കമ്പനിയിൽ നിന്നാന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ 15/6/90 ആ 10/6/60 പോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നെറ്റ് പറഞ്ഞാൽ ഇഷ്യൂ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇഷ്യൂ നടന്നിട്ടില്ലെങ്കിൽ അത് ഏത് പ്രൈസിനാണോ അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രൈസിങ് അല്ല നോക്കേണ്ടത്, അതിൻ്റെ ഒറിജിനൽ പ്രൈസാണ്. അത് 5.75 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഒരു റിസീപ്റ്റും ഒരു ഇഷ്യൂവും കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ നോർമൽ പ്രൈസിങ്ങിലാണെന്ന് പറഞ്ഞ് ഈ 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യും, തെറ്റും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഏതെന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ക്ലിയർ? ഇനി ബാക്കി നോക്കാം. 13-ാം തീയതി എന്ത് സംഭവിച്ചു? 35 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. 35 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ്സ് 6 rupeesന് 30യും ആ 40ൽ 30. അപ്പോൾ അത് 5.75 172.2. പിന്നെ ബാക്കി എത്രയുണ്ട്? 10 5.75 57.5 ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ റെസീറ്റ് ഫ്രം എക്സ് ആൻഡ് കമ്പനി 25 യൂണിറ്റ്സ്. അപ്പോൾ 10 അപ്പോൾ അത് എവിടുന്നാണ്? 15ന് 25 യൂണിറ്റ്സ് 6.1ന് 152.5. അപ്പം അങ്ങനെ വരുമ്പോൾ ആ 10 5.75 ഉണ്ട്, 57.5 ഉണ്ട്, ഈ 25 6.1 152.5 ഉണ്ട്. 17-ാം തീയതി എന്ത് സംഭവിച്ചു? 10 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. സോ 10 യൂണിറ്റ്സ് 5.75 57.5 വന്നു. അപ്പോൾ ബാക്കി 25 6.1 152.5 വന്നു. 19-ാം തീയതി റിസീവ്ഡ് റീപ്ലേസ്മെന്റ് ബി ആൻഡ് കമ്പനിയിൽ നിന്ന് 10 യൂണിറ്റ്സ് റീപ്ലേസ് ചെയ്തു. അപ്പോൾ അത് എന്ത് പ്രൈസിലാണോ റിട്ടേൺ ചെയ്തത്? നമ്മൾ എത്രയെല്ലാം റിട്ടേൺ ചെയ്തത്? ഈ 10 5.75. അപ്പോൾ അതേ ഇതിൽ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. റിട്ടേൺ ടു സപ്ലയർ നമ്മൾ കണ്ടില്ലേ? 10 അതേ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. 10 5.75 57. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. 25 6.1 അത് 152.5 ഉണ്ട്. 10 5.75 57.5 ഉണ്ട്. ഇനി അത് കഴിയുമ്പോൾ റിട്ടേൺ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 5 യൂണിറ്റ്സ് പർച്ചേസ് ബി ആൻഡ് കമ്പനി. ബി ആൻഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച 5 യൂണിറ്റ്സ് അതെന്ത് ചെയ്തു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടേൺ ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിട്ടേൺ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? അത് അതിൻ്റെ റെസീറ്റ് ഇതിൽ തന്നെ എഴുതണം. ഒറിജിനൽ പ്രൈസ് അറ്റ് വിച്ച് ദേ വർ ഇഷ്യൂഡ് ഏർലിയർ. മുമ്പ് എത്ര പ്രൈസിനാണോ ഇഷ്യൂ ചെയ്തത് ആ പ്രൈസിന് തന്നെ നമ്മളത് വാല്യൂ ചെയ്യണം എന്ന്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് റിട്ടേൺ ചെയ്തത് ബി ആൻഡ് കമ്പനിയുടെ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ബി ആൻഡ് കമ്പനി മുമ്പ് ഇഷ്യൂ ചെയ്ത പ്രൈസ് ഒക്കെ ആ 10 5.75 അത് ബി ആൻഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 10 തന്നെയാണ്. ഈ 25 6.1 എക്സ് എന്നുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ആ 15-ാം തീയതിയിലത്തെ ദിവസം നോക്ക്. അവിടെ നമ്മൾ ആ 10 അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഏത് പ്രൈസിനാണ്? 5.75ലാണ്. അപ്പം മുമ്പ് ഇഷ്യൂ ചെയ്തിരുന്ന പ്രൈസ് നമ്മുടെ ബി ആൻഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച ഇതൊക്കെ 40 5.75 അതാ 30 ഇതൊക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രൈസ് എത്ര? 5.75. അപ്പോൾ 5.75 287.5 28.75 എന്ന് വരും. അപ്പോൾ 3 എണ്ണം ഉണ്ട്. 25 6.1 152.5 ഉണ്ട്, 10 5.75 57.5 ഉണ്ട്, 5 5.75 28.75 ഉണ്ട്. അപ്പം അങ്ങനെ 3 ബാലൻസ് വരുന്നുണ്ട്. ഇനി അടുത്തത് 26-ാം തീയതി എന്തായിരുന്നു? 26-ാം തീയതി ഇഷ്യൂഡ് 10 യൂണിറ്റ്സ്. അപ്പോൾ 10 യൂണിറ്റ്സ് 6.1ന് 61. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 25-ൽ 50 ഇപ്പം 10 പോയ 15 6.1-ൽ 91.5ഉം പിന്നെ ബാക്കി ആ 10 + 5 15 നമുക്ക് ഒരുമിച്ച് എഴുതാം. 15 5.75-ൽ 86.25. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഷോർട്ടേജ് ആണെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷോർട്ടേജ് ആണെങ്കിൽ ഏത് മെത്തേഡിലാണോ നമ്മൾ
ഈ സ്റ്റോക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണേ. ആ മെത്തേഡിൽ എങ്ങനെയാണോ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക അങ്ങനെ തന്നെ ചെയ്യാം. 3 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 3 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 6.1, പ്രൈസ് 18.3. അപ്പോൾ 15 3 പോകുമ്പോൾ 12, 6.1, 73.20, 15, 5.75, 86.25. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ എത്രയുണ്ട്? 27 യൂണിറ്റ്സ് ഉണ്ട്. 159.45 ഉണ്ട് അതിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഫിഫോ മെത്തേഡ് മാത്രമായിട്ട് പഠിക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷെ ഫിഫോ മെത്തേഡിൻ്റെ കൂടെ റിട്ടേൺസും അതുപോലെ ഷോർട്ടേജും ഒക്കെ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ സപ്ലയേഴ്സിന് കൊടുത്തതും അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടേൺ കിട്ടിയതും അതേപോലെ ഷോർട്ടേജും സർപ്ലസോ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കൂടി വരുമ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മെത്തേഡിന് വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ അഡ്ജസ്റ്റ്മെന്റുകൾ ഏത് പ്രൈസിൽ എങ്ങനെയെന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഓക്കെ.